കുടിവെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പൊന്നയ്ക്ക് സമീപത്ത് ജപ്പാൻ പൈപ്പ് പൊട്ടി വെള്ളം തോട് പോലെ ഒഴുകും. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിനകം പാഴായി കഴിഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നു. പ്രസാദ് കൃഷ്ണൻകുട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. ചേർത്തല ഒറ്റപ്പൊന്നയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് വീണ്ടും പൊട്ടി. ചേർത്തല കാർത്തിയാനി ബാറിന് 100 മീറ്റർ വടക്ക് ഭാഗത്താണ് പ്രധാന പൈപ്പ് പൊട്ടിയത്. ഒറ്റപ്പുന്ന ബൈപ്പാസ് റോഡ് വടക്ക് നിന്നും ചേർത്തലേക്ക് കടക്കുന്ന റോഡിൽ മുട്ടറ്റം വെള്ളമാണ് ഇപ്പോൾ. തൊട്ടടുത്ത് നിർമ്മാണത്തിനായി ഒരുക്കിയ ഇടത്ത് ചെറിയ കനാൽ ഉണ്ടായി. വെള്ളം കുത്തിയൊലിച്ച് റോഡിലാകെ തോടായിട്ടും ഗതാഗതം തിരിച്ചുവിടാൻ പോലും അധികൃതർ മിനക്കെടുന്നില്ല. വെള്ളം നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കാനാവാതെ കാൽനടക്കാരും ബൈക്ക് യാത്രികരും കഷ്ടപ്പെടുന്നു. ഏതൊരു സാധാരണക്കാരനും സംശയിച്ചു പോകുന്ന ഒന്നാണ് വെള്ളം പൊട്ടൊഴുകി ഒരു ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ടാണ് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവാത്തത്? ആരാണ് ഉത്തരം നൽകേണ്ടത്? ഒറ്റപ്പൊന്നയിലെ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരനായ പ്രസന്നൻ പറയുന്നത് ഇതാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം പൊട്ടിയിട്ട് 8 മാസത്തോളം ഇവിടെ കിടന്നിട്ട് ഈ സ്ഥാപനത്തിനകത്ത് വെള്ളവും കയറി ഇവിടെ കിടന്നിട്ട് ആരും നോക്കിയില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വന്ന് പിന്നെയും മാന്തി പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടാണ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് വന്ന് നോക്കിയിട്ട് പിന്നെ ഇത് അടച്ചേച്ചും റെഡിയാക്കി പോയി. അതിൻ്റെ പുറത്തുകൂടെ ഇപ്പോൾ കാണുകയും വേണം. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വന്ന് മാന്തി പാലം പണിയുന്നതിൻ്റെ ഇത് വെച്ചിപ്പോൾ ഉണ്ടായി മാന്തി എടുത്ത് ഇപ്പോൾ പൊട്ടിച്ച് ഇപ്പോൾ ഇട്ടിരിക്കും. ജപ്പാൻ കുടിവെള്ളം കടന്നു പോകുന്ന ഇടങ്ങളിൽ എർത്ത് ജോലികൾ നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഉത്തരവാദപ്പെട്ട ഒരാൾ അവിടെ നിന്ന് കുഴിയെടുക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പൈപ്പ് പൊട്ടാതെ ജോലികൾ നിർവഹിക്കുവാൻ ആവശ്യമായ മുൻകരുതലുകൾ കൊടുക്കണമെന്നാണ് ചട്ടം. എന്നാൽ അവ പാലിക്കപ്പെടുന്നില്ല. പൈപ്പുകൾ വീണ്ടും പൊട്ടുന്നത് തുടർക്കഥയാവുന്നു. അരൂർ മുതൽ ഒറ്റപ്പുന്ന വരെ 2 വർഷത്തിനുള്ളിൽ ഭൂമി നിരപ്പാക്കുന്നതിനിടയിൽ 40-ലധികം ചെറുതും വലുതുമായ പൈപ്പ് പൊട്ടലുകൾ. ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത് പാവപ്പെട്ട 2 സെന്റിലും 3 സെന്റിലും താമസിക്കുന്ന 10,000-ങ്ങൾ. ശുദ്ധവെള്ളം ലഭ്യമായിരുന്ന 10,000-കണക്കിന് കുളങ്ങളും പഞ്ചായത്ത് കിണറുകളും മൂടി ജലലഭ്യത ഇല്ലാതാക്കി. നാഴികളന്ന് വെള്ളക്കരം മേടിച്ച് മുന്നേറുന്ന വാട്ടർ അതോറിറ്റി ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. അല്ലെങ്കിൽ മാസത്തിൽ 5 തവണയെങ്കിലും പൈപ്പ് പൊട്ടിക്കാൻ ഒത്താശ ചെയ്യുന്നു എന്ന് ജനം സംശയിച്ചു പോകും. കാരണം ഓരോ പൈപ്പ് പൊട്ടലിലും മെയിൻ്റനൻസിനായി ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്. ഇന്നും ആഴ്ചകളായി പല വീടുകളിലും കുടിവെള്ളം എത്തിയിട്ട് അതിനിടയിലാണ് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കുത്തി ഒഴുകി പോകുമ്പോഴും ഇരട്ടത്ത് തപ്പി നടക്കുന്ന വാട്ടർ അതോറിറ്റി സാധാരണ ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഇളക്കുകയാണ്.